സങ്കീർത്തനങ്ങൾ അധ്യായം 98. കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കർത്താവിനൊരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കിന്നരം മീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുവിൻ. വാദ്യഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ. സമുദ്രവും അതിലുള്ളവയും ഭൂമിയും അതിലെ നിവാസികളും ഉച്ചത്തിൽ സ്വരമുയർത്തട്ടെ. ജലപ്രവാഹങ്ങൾ കരഘോഷം മുഴക്കട്ടെ. കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദ കീർത്തനം ആലപിക്കട്ടെ. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും. അധ്യായം 99. കർത്താവ് പരിശുദ്ധനാണ്. കർത്താവ് വാഴുന്നു. ജനതകൾ വിറകൊള്ളട്ടെ. അവിടുന്ന് കെരൂബുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. ഭൂമി കുലുങ്ങട്ടെ. കർത്താവ് സിയോനിൽ വലിയവനാണ്. അവിടുന്ന് സകല ജനതകളുടെയും മേൽ ഉന്നതനാണ്. അവിടുത്തെ മഹത്വം ഭീതിജനകവുമായ നാമത്തെ അവർ സ്തുതിക്കട്ടെ. അവിടുന്ന് പരിശുദ്ധനാണ്. ശക്തനായ രാജാവെ, നീതിയെ സ്നേഹിക്കുന്നവനെ, അവിടുന്ന് ന്യായത്തെ സുസ്ഥാപിതമാക്കിയിരിക്കുന്നു. അവിടുന്ന് യാക്കോബിൽ നീതിയും ന്യായവും നടത്തി. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ. അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കുവിൻ. അവിടുന്ന് പരിശുദ്ധനാണ്. മോശയും അഹറോനും അവിടുത്തെ പുരോഹിതന്മാരിൽപ്പെട്ടവരാണ്. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേലും ഉൾപ്പെടുന്നു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവർക്ക് ഉത്തരമരുളി. മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് അവർക്ക് ഉത്തരമരുളി. അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു, തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും. ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ. നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. അധ്യായം 100. കർത്താവ് നല്ലവനാണ്. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്നറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. അധ്യായം 101. രാജാവിൻ്റെ പ്രതിജ്ഞ. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും. കർത്താവെ, ഞാൻ അങ്ങേക്ക് കീർത്തനം ആലപിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരിക? ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല. വഴി പിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല. ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല. ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും. അവർ എന്നോടൊത്ത് വസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും. വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും. കർത്താവിൻ്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. അധ്യായം 102. പീഡിതന്റെ പ്രാർത്ഥന. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ. എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറക്കരുതേ. അങ്ങ് എനിക്ക് ചെവി തരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു. എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു. എൻ്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു. ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു. കരഞ്ഞു കരഞ്ഞു ഞാൻ എല്ലും തോലുമായി. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ്.
വിജനപ്രദേശത്തെ മൂങ്ങ പോലെയും. ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു. പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാഗിയാണ് ഞാൻ. എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നെ വൈരികൾ എൻ്റെ പേരു ചൊല്ലി ശപിക്കുന്നു. ചാരം എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എൻ്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു. അങ്ങയുടെ രോഷവും ക്രോധവും കൊണ്ട് തന്നെ അങ്ങെന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. സായാഹ്നത്തിലെ നിഴൽ പോലെ എൻ്റെ ദിനങ്ങൾ കടന്നു പോകുന്നു. പുല്ലുപോലെ ഞാൻ വാടിക്കരിഞ്ഞു പോകുന്നു. കർത്താവേ, അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ്. അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്. നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. അങ്ങയുടെ ദാസർക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ്. അവർക്ക് അവളുടെ ധൂളിയോട് അലിവ് തോന്നുന്നു. ജനതകൾ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടും. ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും. കർത്താവ് സിയോനെ പണിതുയർത്തും. അവിടുന്ന് തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും. അവരുടെ യാചനകൾ നിരസിക്കുകയില്ല. ഭാവി തലമുറയ്ക്ക് വേണ്ടി, ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ. തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി. സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി. ജനതകളും രാജ്യങ്ങളും ഒരുമിച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിൻ്റെ നാമവും ജെറുസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി തന്നെ. അവിടുന്ന് ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് തന്നെ എൻ്റെ ശക്തി തകർത്തു. അവിടുന്ന് എൻ്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു. പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്. അവ നശിച്ചു പോകും, എന്നാൽ അങ്ങ് നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് മാറുന്നത് പോലെ അങ്ങ് അവയെ മാറ്റും. അവ കടന്നു പോവുകയും ചെയ്യും, എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല. അങ്ങയുടെ സംവത്സരങ്ങൾക്ക് അവസാനമില്ല. അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും. അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും. ദൈവമായ കർത്താവിന് സ്തുതി.